ഒരു വ്യക്തിയോട് ക്ഷമിക്കുക എന്നത് അവർ ചെയ്ത എല്ലാം നമ്മൾ മറന്നു എന്നത് കൊണ്ടല്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. പക്ഷേ അതിന് നമ്മളെല്ലാം പൊറുത്തു എന്ന് അർത്ഥമില്ല. അവർ ചെയ്ത എല്ലാം നമ്മൾ ഓർത്തു വെക്കണം. കാരണം വീണ്ടും നമ്മൾ വിഡ്ഢികളാവരുത്. മരിക്കാനും ജീവിക്കാനും പറ്റാത്ത ഒരവസ്ഥയുണ്ട് ജീവിതത്തിൽ. അത് അനുഭവിച്ചാലേ അറിയൂ. ഒന്ന് തളർന്നു പോഴുമ്പോൾ എല്ലാവരെയും ഒഴിവാക്കിയിട്ട് നമ്മൾ നേടിയെടുത്ത സമ്പത്തിന് നമ്മെ എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്. കഴിയുന്നതും എല്ലാവരോടും നല്ല രീതിയിൽ പ്രവർത്തിക്കുക. സമ്പത്തിനേക്കാൾ മൂല്യം എന്തുകൊണ്ടും ബന്ധങ്ങൾക്ക് തന്നെയാണ്. തണലായവർ തളരുമ്പോൾ തുണയാവാൻ തുനിയണം. നാളെ നമുക്കും തകരുന്ന കാലം വന്നിടും. ജീവിതം ആരുടെയും മുന്നിൽ തോൽക്കുവാനുള്ളതല്ല, വിജയിച്ചു കാണിക്കുവാനുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളെ വെറുക്കുന്നവർക്ക് മുന്നിൽ. ആത്മാർത്ഥത കൂടിപ്പോയ ഇടങ്ങളിലൊക്കെയും കരഞ്ഞുകൊണ്ട് ഇറങ്ങാനാവൂ. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അർഹിക്കാത്തവർക്ക് കൊടുത്ത സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ വന്നത്. 2 വഴികളുണ്ട് എല്ലാവർക്കും മുന്നിൽ. 1, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോവുക. 2, സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചു പോവുക. ആർക്കും ഉപദ്രവമില്ലാതെ പോവുകയാണ് നമുക്കുത്തമം. ലഭിച്ച ജീവിതത്തിൽ 3/4 പങ്കും മറ്റുള്ളവർക്ക് വേണ്ടി, അതും നമ്മെ പരിഗണിക്കാത്തവർക്ക് വേണ്ടി, അറിയാതെ അവർക്ക് വേണ്ടി നാം എല്ലാം മാറ്റിവെച്ച് ഇനിയുള്ള ആയുസ്സെങ്കിലും നമ്മൾ നമുക്കുമായി ജീവിക്കും.